ഹായ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് വളരെ രുചികരമായി പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കർഡ് റൈസിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അതിനുവേണ്ടി ഞാനിവിടെ 2 കപ്പ് പച്ചരി, ഏതു തരം പച്ചരി ആണെങ്കിലും എടുക്കാം, പെട്ടെന്ന് പോകുന്ന ഞാൻ മസൂരിയുടെ അരിയാണ് എടുത്തിട്ടുള്ളത് 2 കപ്പ്. ഇതിലേക്ക് 6 കപ്പ് വെള്ളം തിളയ്ക്കാൻ വേണ്ടി കുക്കറിൽ വെച്ചിരുന്നു. തിള വരുമ്പോൾ നമുക്കിത് നന്നായി 2-3 പ്രാവശ്യം കഴുകി കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഒന്ന് നന്നായി ഇളക്കിയതിന് ശേഷം നമുക്ക് കുക്കർ അടുപ്പത്ത് വെച്ചൊരു 4 വിസിൽ വരുന്നവരേക്ക് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. അരി നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ചൂടോട് കൂടെ തന്നെ നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം. ഒരു മാഷർ വെച്ചിട്ടാണ് ഞാൻ ഉടയ്ക്കുന്നത്. ഇപ്പോൾ നന്നായി ഉടഞ്ഞു വന്നിട്ടുണ്ട്. ഇതൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് ഒരു പരന്ന പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇപ്പോൾ ചോറ് നന്നായി ചൂടാറി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാനിവിടെ ഒരു 3 കപ്പ് അധികം പുളിയില്ലാത്ത ഉടച്ച തൈര് നമ്മൾക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. ബാക്കിയുള്ള തൈരും കൂടി ഇതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് ഒന്നും കൂടി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പം എല്ലാം നന്നായി യോജിപ്പിച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് വറുത്തിട്ട് കൊടുക്കാം. ഒരു 2 ടേബിൾ സ്പൂൺ നല്ലെണ്ണ എടുത്തിട്ടുള്ളത്. ഓയിൽ വേണമെങ്കിലും അല്ലെങ്കിൽ നെയ്യ് വേണമെങ്കിലും ഉപയോഗിക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ കടുക് പൊട്ടി തുടങ്ങുമ്പോൾ ഒരു 1.5 ടീസ്പൂൺ ഉഴുന്നുപരിപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മൂത്ത് വരുമ്പോൾ നമുക്കിതിലേക്ക് വലിയൊരു കഷ്ണം ഇഞ്ചി ചെറുതായി അരിഞ്ഞ് ചേർക്കാം. ഇഞ്ചി നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്കൊരു 2 ഉണക്കമുളക് പൊട്ടിച്ച് ചേർത്ത് കൊടുക്കാം. ഫ്രഷായിട്ടുള്ള കറിവേപ്പില കുറച്ച് ചേർത്ത് കൊടുക്കാം. ഇപ്പം എല്ലാം നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അവസാനം ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കായം പൊടിച്ചത് ചേർത്ത് കൊടുക്കാം എണ്ണയിലേക്ക്. ഇതെല്ലാം കൂടെ നമുക്ക് ഈ തൈര് സാധനത്തിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പം എല്ലാം കൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ലെണ്ണ കൊണ്ടുണ്ടായി കഴിഞ്ഞാൽ ഒരു പ്രത്യേക ഒരു രുചിയൊരു സ്മെല്ലും കിട്ടും. ഇപ്പോൾ നമ്മുടെ കർഡ് റൈസ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഉണ്ടാക്കിയ ഉടനെ നിങ്ങൾ കഴിക്കുന്നില്ലെങ്കിൽ കുറച്ച് പാലും കൂടി ചേർത്ത് 3-4 മണിക്കൂർ കഴിഞ്ഞ് കഴിക്കുകയാണെങ്കിൽ കുറച്ച് പാലും കൂടി ചേർക്കുന്നതായിരിക്കും നല്ലത്. ഇനി ഇതിൻ്റെ മീതെ നമുക്ക് കുറച്ച് മല്ലിയില വിതറി കൊടുക്കാം. ഞാനിവിടെ മാതളനാരകത്തിൻ്റെ കുറച്ച് അല്ലിയും കൂടി മീതെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഓപ്ഷണലാണെങ്കിൽ ഉണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി. ഇപ്പോൾ നമ്മുടെ വളരെ രുചികരമായ കർഡ് റൈസ് ഇവിടെ തയ്യാറായി. ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കി അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ലൈക്ക് ചെയ്യുക. റിലേറ്റീവ്സിനും ഫ്രണ്ട്സിനും ഷെയർ ചെയ്ത് കൊടുക്കുക. അടുത്തൊരു വീഡിയോയുമായി വരുന്നവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.